ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇടിയൻ ചക്ക എന്ന് വെച്ചാൽ വളരെ ചള്ളായിട്ടുള്ള ചക്ക ക്ലീൻ ചെയ്ത് ഉപ്പേരിക്കായിട്ട് നമ്മൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ചക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ചക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ അത് ഉപ്പേരി വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നൊരു മടി മൂലം പലരും ഇത് ചെയ്യാതെ അല്ലെങ്കിൽ മടി കാണിക്കാറുണ്ട് പൊതുവെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ പീസാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ഇതിനുള്ളിലുള്ള വേസ്റ്റ് പീസ് ഒഴിവാക്കുക. ആദ്യം തന്നെ കൊത്തി അരിയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ചക്ക ഉപ്പേരിക്കായിട്ട് കൊത്തി അരിയുക ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വേസ്റ്റ് പീസെല്ലാം മാറ്റി എടുത്തതിന് ശേഷം ഇതുപോലെയുള്ള പീസാക്കുക. എന്നിട്ട് ഇതിൽ നിന്നും പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലോട്ട് മാറ്റാം. നമുക്ക് വേവുന്നതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചു. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിക്ക് വറവിനായിട്ടുള്ള ബാക്കി ഐറ്റംസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചട്ടം കൊണ്ട് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ വെന്തത് പെട്ടെന്ന് പൊടിഞ്ഞ് വരും. നമുക്ക് കൊത്തി അരിയേണ്ട ആവശ്യമില്ല. ഈ ചക്ക കൊത്തി അരിയാനാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഭാരമുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി പീസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് നമ്മൾ വറവ് ഇടുന്ന സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ തന്നെ സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പീസ് അങ്ങനെ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ടെൻഷനാവൊന്നും വേണ്ട, അത് പൊടിഞ്ഞു വരും. ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വറവിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി കടുക്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളി ചതക്കിയതിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ചക്ക വെന്തത് നമുക്ക് ഇതിലോട്ട് ചൊരിയാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഉടയാത്ത ചക്കയുടെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് മറിക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കൊത്തി എരിഞ്ഞ പോലെ തന്നെ വളരെ നൈസായിട്ട് ചക്ക ആയിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ജോലി നമുക്ക് കുറഞ്ഞ് കിട്ടി. കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ വലിയ പീസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെന്ത് ഉടഞ്ഞു വരും കേട്ടോ. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചക്ക ഉപ്പേരി വെക്കുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നത്. ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതുപോലെ ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക്, ചിലർക്കെല്ലാം അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനെ കുക്കറിൽ വേവിച്ചാൽ ഇങ്ങനെ പൊടിയും എന്നുള്ളത് അറിയുന്നുണ്ടാവും. എന്നാൽ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഫുഡിനായിട്ട് കുഞ്ഞമത്തി
പൊരിക്കാനായിട്ട് വെച്ചതാട്ടോ. അതുപോലെ തന്നെ കുഞ്ഞമത്തി നമ്മൾ മാങ്ങ ഇട്ടിട്ട് മുളക് ഇടുന്നുണ്ട്. അതൊരു അടുപ്പത്ത് ഉണ്ട്. അതിൽ നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ ഇട്ട കറിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വരുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കാറ്? അപ്പം അത് കമൻറ്റ് ചെയ്യുക.